പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബൈബിളിൽ നിന്നും തിരഞ്ഞെടുത്ത പൊതുവായ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: ക്ഷണം കൊണ്ടുള്ള ഏഫോദ് ധരിച്ച രാജാവാര്? ഉത്തരം: ദാവീദ്. 1 ദിനവൃത്താന്തം 15:27. ക്വസ്റ്റ്യൻ: ഹക്കാമോന്യൻ്റെ മകനാര്? ഉത്തരം: യാശോബയാം. 1 ദിനവൃത്താന്തം 11:11. ക്വസ്റ്റ്യൻ: തെക്കോവയുടെ അപ്പൻ്റെ പേരെന്ത്? ഉത്തരം: അശ്ഹൂർ. 1 ദിനവൃത്താന്തം 4:5. ക്വസ്റ്റ്യൻ: സമാധാനം നിനക്ക് സമാധാനം, നിന്റെ തുണയാളികൾക്കും സമാധാനം എന്ന് പറഞ്ഞത് ആര്? ഉത്തരം: അമാസായി. 1 ദിനവൃത്താന്തം 12:18. ക്വസ്റ്റ്യൻ: 23 സംവത്സരം യഹോവയുടെ വചനം എനിക്ക് ഉണ്ടായി എന്ന് ഏത് പ്രവാചകനാണ് പറഞ്ഞത്? ഉത്തരം: യിരെമ്യാവ്. 25:3. ക്വസ്റ്റ്യൻ: വന്ധ്യനായവൻ്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് യേശുവിനോട് ചോദിച്ചതാര്? ഉത്തരം: മഹാപുരോഹിതൻ. മർക്കോസ് 14:61. ക്വസ്റ്റ്യൻ: ഞാൻ വലിയ ഭോഷത്വം ചെയ്തു പോയി എന്ന് പറഞ്ഞവൻ ആര്? ഉത്തരം: ദാവീദ്. 1 ദിനവൃത്താന്തം 21:8. ക്വസ്റ്റ്യൻ: എണ്ണ സൂക്ഷിച്ചു വയ്ക്കുന്ന നിലവറകൾക്ക് ഡാഷ് മേൽവിചാരകൻ? ഉത്തരം: യോവാഷ്. 1 ദിനവൃത്താന്തം 27:28. ക്വസ്റ്റ്യൻ: നാഹാഷിനു പകരം രാജാവായ തൻ്റെ മകൻ ആര്? ഉത്തരം: ഹാനൂൻ. 1 ദിനവൃത്താന്തം 19:1-2 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ഡാഷിൻ്റെ പുത്രന്മാർ പരാക്രമശാലികളും വില്ലാളികളും ആയിരുന്നു? ഉത്തരം: ഊലാമിൻ്റെ. 1 ദിനവൃത്താന്തം 8:40. ക്വസ്റ്റ്യൻ: ഉപ്പു താഴ്വരയിൽ വെച്ച് 18,000 ഏദോമ്യരെ സംഹരിച്ചവൻ ആര്? ഉത്തരം: അബീശായി. 1 ദിനവൃത്താന്തം 18:12. ക്വസ്റ്റ്യൻ: രബ്ബയിലെ രാജാവിൻ്റെ കിരീടത്തിൻ്റെ തൂക്കം എത്ര? ഉത്തരം: 1 താലന്ത് പൊന്ന്. 1 ദിനവൃത്താന്തം 20:2. ക്വസ്റ്റ്യൻ: ദാവീദിൻ്റെ രാജമിത്രം ആര്? ഉത്തരം: ഹൂഷായി. 1 ദിനവൃത്താന്തം 27:33. ക്വസ്റ്റ്യൻ: സ്തോത്രം ചെയ്യേണ്ടതിന് ദാവീദ് നിയമിച്ച ലേവ്യർ എത്ര? ഉത്തരം: 4,000 പേർ. 1 ദിനവൃത്താന്തം 23:5. ക്വസ്റ്റ്യൻ: യെഹോരാം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് എത്ര വയസ്സായിരുന്നു? ഉത്തരം: 32. 2 രാജാക്കന്മാർ 8:11. ക്വസ്റ്റ്യൻ: വെള്ളം രക്തം പോലെ ചുവന്നതായി തോന്നിയതാർക്ക്? ഉത്തരം: മോവാബ്യർക്ക്. 2 രാജാക്കന്മാർ 3:22. ക്വസ്റ്റ്യൻ: അമസ്യാവ് കൊല്ലപ്പെട്ടത് എവിടെ വെച്ച്? ഉത്തരം: ലാക്കീഷിൽ. 2 രാജാക്കന്മാർ 14:19. ക്വസ്റ്റ്യൻ: സെഖര്യാവ് എത്ര നാൾ ഇസ്രായേലിന് രാജാവായിരുന്നു? ഉത്തരം: 6 മാസം. 2 രാജാക്കന്മാർ 15:18. ക്വസ്റ്റ്യൻ: ഹിസ്കിയാവിൻ്റെ രാജധാനി വിചാരകൻ ആര്? ഉത്തരം: എല്യാക്കീം. 2 രാജാക്കന്മാർ 18:18. ക്വസ്റ്റ്യൻ: ബെരോദക് ബലദാൻ്റെ പിതാവാര്? ഉത്തരം: ബലദാൻ. 2 രാജാക്കന്മാർ 20:12.
ക്വസ്റ്റ്യൻ വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും നിയമിച്ച രാജാവാര്? ഉത്തരം മനശ്ശെ. 2 ദിനവൃത്താന്തം 33:6. ക്വസ്റ്റ്യൻ നമ്മിൽ ഓരോരുത്തന് എന്തിൻ്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു? ഉത്തരം ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ. എഫെസ്യർ 4:7. ക്വസ്റ്റ്യൻ യേശുവിന് ബുദ്ധിഭ്രമമുണ്ട് എന്ന് പറഞ്ഞ് അവനെ പിടിപ്പാൻ വന്നത് ആര്? ഉത്തരം അവൻ്റെ ചാർച്ചക്കാർ. മർക്കോസ് 3:21. ക്വസ്റ്റ്യൻ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് നാം എങ്ങനെ പെരുമാറണം? ഉത്തരം ജ്ഞാനത്തോടെ. കൊലോസ്യർ 4:5. ക്വസ്റ്റ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് തങ്ങളോടുകൂടെ പാർക്കണം എന്ന് യേശുവിനോട് അപേക്ഷിച്ചത് ആര്? ഉത്തരം ശമര്യർ. യോഹന്നാൻ 4:40. ക്വസ്റ്റ്യൻ ജീവങ്കലേക്ക് പോകുന്ന വാതിലിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഉത്തരം വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും അത് കണ്ടെത്തുന്നവർ ചുരുക്കവും. മത്തായി 7:14. ക്വസ്റ്റ്യൻ നിന്റെ അനുസരണത്തെപ്പറ്റി എനിക്ക് നിശ്ചയമുണ്ട്, ഞാൻ പറയുന്നതിലും അധികം നീ ചെയ്യും. ആര് ആരോട് പറഞ്ഞു? ഉത്തരം പൗലോസ് ഫിലേമോനോട്. ഫിലേമോൻ 1:21. ക്വസ്റ്റ്യൻ നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ഏതൊക്കെ? ഉത്തരം ജഡാഭിലാഷവും ആത്മാഭിലാഷവും. ഗലാത്യർ 5:17. ക്വസ്റ്റ്യൻ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയുന്നതാരാണ്? ഉത്തരം ഗോഗ് മാഗോഗ്. വെളിപ്പാട് 20:9. ക്വസ്റ്റ്യൻ നമുക്കുള്ള മഹാപുരോഹിതൻ എന്തൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ്? ഉത്തരം പാപം. എബ്രായർ 4:15. ക്വസ്റ്റ്യൻ ദൈവം എന്ത് പ്രകാരമാണ് രഹസ്യങ്ങളെ ന്യായം വിധിക്കുന്നത്? ഉത്തരം സുവിശേഷപ്രകാരം. റോമർ 2:16. ക്വസ്റ്റ്യൻ മൂടുപടം നീങ്ങിപ്പോകുന്നത് എപ്പോഴാണ്? ഉത്തരം കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ. 2 കൊരിന്ത്യർ 3:16. ക്വസ്റ്റ്യൻ മരണത്തിലും പ്രത്യാശ ഉണ്ട് ആർക്ക്? ഉത്തരം നീതിമാന്. സദൃശവാക്യങ്ങൾ 14:32. ക്വസ്റ്റ്യൻ വിവേകത്തിന് എന്തു പേരാണ് വിളിക്കേണ്ടത്? ഉത്തരം സഖി. സദൃശവാക്യങ്ങൾ 7:4. ക്വസ്റ്റ്യൻ ജ്ഞാനിയുടെ അധരങ്ങൾക്ക് വിദ്യ വർദ്ധിപ്പിക്കുന്നു ആര്? ഉത്തരം ഹൃദയം. സദൃശവാക്യങ്ങൾ 16:23. ക്വസ്റ്റ്യൻ ഭോഷത്വം ഉയർത്തുന്നത് ആര്? ഉത്തരം മുൻകോപി. സദൃശവാക്യങ്ങൾ 14:29. ക്വസ്റ്റ്യൻ നീതിയുടെ മാർഗത്തിൽ ഡാഷ് ഉണ്ട്? ഉത്തരം ജീവൻ. സദൃശവാക്യങ്ങൾ 12:28. ക്വസ്റ്റ്യൻ ഡാഷ് യഹോവ ഭൂമിയെ സ്ഥാപിച്ചു? ഉത്തരം ജ്ഞാനത്താൽ. സദൃശവാക്യങ്ങൾ 3:19. ക്വസ്റ്റ്യൻ അവൻ വലിയ ഉപായിയാകുന്നു എന്ന് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് ദാവീദിനെക്കുറിച്ച് പറഞ്ഞത് ആര്? ഉത്തരം ശൗൽ. 1 ശമൂവേൽ 23:22. ക്വസ്റ്റ്യൻ ശാസന ത്യജിക്കുന്നവനോ എങ്ങനെ നടക്കുന്നു? ഉത്തരം ഉഴന്ന്. സദൃശവാക്യങ്ങൾ 10:17. ക്വസ്റ്റ്യൻ മൃഗത്തിൻ്റെ പ്രാണാനുഭവം അറിയുന്നത് ആര്? ഉത്തരം നീതിമാൻ. സദൃശവാക്യങ്ങൾ 12:10.
ക്വസ്റ്റ്യൻ ശാസന കൂട്ടാക്കുന്നവനോ ആരായിത്തീരും? ഉത്തരം വിവേകി. സദൃശവാക്യങ്ങൾ 15:5. ക്വസ്റ്റ്യൻ 205 സംവത്സരം ജീവിച്ചിരുന്ന പിതാവ് ആര്? ഉത്തരം തേരഹ്. ഉൽപ്പത്തി 11:32. ക്വസ്റ്റ്യൻ ആരുടെ ഹൃദയത്തിലാണ് ജ്ഞാനം അടങ്ങിപ്പാർക്കുന്നത്? ഉത്തരം വിവേകമുള്ള. സദൃശവാക്യങ്ങൾ 14:33. ക്വസ്റ്റ്യൻ യഹൂദായുടെ സ്നേഹിതൻ ആര്? ഉത്തരം അദുല്ലാമ്യൻ. ഉൽപ്പത്തി 38:20. ക്വസ്റ്റ്യൻ ആദായുടെ ഭർത്താവ് ആര്? ഉത്തരം ഏശാവ്. ഉൽപ്പത്തി 36:4. ക്വസ്റ്റ്യൻ കാട്ടുകലയെപ്പോലെ ശീഘ്രഗാമി ആയിരുന്നു ആര്? ഉത്തരം അസാഹേൽ. 2 ശമൂവേൽ 2:18. ക്വസ്റ്റ്യൻ മാഖായുടെ അമ്മയുടെ പേരെന്ത്? ഉത്തരം രയൂമ. ഉൽപ്പത്തി 22:24. ക്വസ്റ്റ്യൻ എത്ര ആഴ്ചവട്ടം കഴിഞ്ഞിട്ടാണ് അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നത്? ഉത്തരം 62 ആഴ്ചവട്ടം. ദാനിയേൽ 9:26. താങ്ക്സ് ഫോർ വാച്ചിങ്.